അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാ, പടച്ച തമ്പുരാൻ ഒരുക്കി വെച്ച ഒരു നരകമുണ്ട്. അല്ലാഹു പറയുകയാണ്, കല്ലാ ഇന്നഹാ ലളാ നസ്സാഅത്തൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ വജമഅ ഫഔആ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, കല്ലാ ഇന്നഹാ ലളാ, നിശ്ചയമായും ലളാ എന്ന പേരുള്ള നരകമുണ്ടല്ലോ, ലളാ എന്ന പേരുള്ള നരകമുണ്ടല്ലോ. അല്ലാഹുവാ ലളാ എന്ന പേരുള്ള നരകത്തെ പരിചയപ്പെടുത്തുന്നു. നസ്സാഅത്തൻ ലിശ്ശവാ, ഏ മനുഷ്യ, നിന്റെ തൊലിയെല്ലാം വലിച്ചുരിഞ്ഞെടുത്തിട്ട് അതേ കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിന്റെ തീയില് തിരിച്ചും മറിച്ചു വിട്ട് നിന്നെ കരിച്ചും പൊരിച്ചെടുക്കുന്നതായ നരകമാ ലളാ എന്ന പേരുള്ളതായ നരകം. ഹോട്ടലിൽ പോകുമ്പോൾ, ബേക്കറിയിലേക്ക് പോകുമ്പോൾ കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ആകർഷിപ്പിച്ചുകൊണ്ട് അതേ കോഴിയുടെ തൊലിയുരിച്ചെടുത്തിട്ട് അതിൽ മസാല പുരട്ടിയിട്ട് പൃഷ്ഠഭാഗത്തോടുകൂടി കമ്പി തുളച്ച് കയറ്റി തലയിലൂടെ പുറത്തെടുത്തിട്ട് ദുനിയാവിന്റെ തീയിലിട്ട് കറക്കി കറക്കി കരിച്ചെടുക്കുന്ന അവസ്ഥ കണ്ടെങ്കിൽ അല്ലാഹു പറയുന്നു, നസ്സാഅത്തൻ ലിശ്ശവാ, നരകത്തിന്റെ തീയിലിട്ട് നിന്നെ കരിക്കുകയാണടാ, നരകത്തിന്റെ തീയിലിട്ട് നിന്നെ പൊരിക്കുകയാണത്. തദ്ഉ മൻ അദ്ബറ വതവല്ല, പിന്തിരിഞ്ഞോടുന്നവരൊക്കെയാ ലളാ എന്ന നരകം വിളിക്കുകയാ. റമളാനിൽ പള്ളിയിലേക്ക് വന്നിട്ട് പെരുന്നാളോടുകൂടി പിന്തിരിഞ്ഞോടിയവര്, റമളാനിൽ താടി വളർത്തിയിട്ട് പെരുന്നാളോടുകൂടി പിന്തിരിഞ്ഞോടിയവര്, റമളാനിൽ കൃത്യമായി നിസ്കരിച്ചിട്ട് പെരുന്നാളോടുകൂടി പിന്തിരിഞ്ഞോടിയവര്, റമളാനിൽ പർദ്ദ ധരിച്ചിട്ട് പെരുന്നാളോടുകൂടി പിന്തിരിഞ്ഞോടിയവര്, നാളല്ലമാ എന്ന നരകത്തെ കാണുമ്പോഴും പിന്തിരിഞ്ഞോടുകയാ. അല്ലാഹു പറയുന്നു, തദ്ഉ മൻ അദ്ബറ വതവല്ലാ, ആ പിന്തിരിഞ്ഞോടുന്നവരെയൊക്കെ നരകം വിളിക്കുകയാ, ആ പിന്തിരിഞ്ഞോടുന്നവരെയൊക്കെ നരകം വിളിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നരകത്തിൽ നിന്ന് കോഴിയുടെ തല പോലെ ഒരു തല ഉയർന്നു വരികയാ, എന്നിട്ട് ധാന്യമണികൾ കൊത്തിപ്പെറുക്കുന്ന പോലെ ആ ഓടുന്നവരെയൊക്കെ നരകം ഇങ്ങനെ കൊത്തിപ്പെറുക്കിയെടുക്കുകയാ. അന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ആ നരകത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഇന്ന് ഉസ്താദിന്റെ കൺമുന്നിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാമടാ, മുഅദ്ദിന്റെ കൺമുന്നിൽ നിനക്ക് രക്ഷപ്പെടാമടാ, ദീനീ പ്രവർത്തകരുടെ കൺമുന്നിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാമടാ, മഹല്ല് ഭാരവാഹികളുടെ കൺമുന്നിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാമടാ. എന്നാൽ നാളെ അല്ലാഹുവിന്റെ കൺമുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? നരകത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? കത്തിയാളുന്ന തൊലിയെല്ലാം മുരിച്ച് കരിച്ച് കളയുന്ന ലളായുന്ന നരകത്തിൽ അത് ക്രൂരമായി മനുഷ്യനിങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ, കത്തിച്ചരിക്കപ്പെടുമ്പോൾ അല്ലാഹുവിനോട് വിളിച്ചു ചോദിക്കുന്ന, നാഥാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അല്ലാഹുവേ, കാരുണ്യവാനായ പടച്ചവനെ, അഖ്രിജ്നായി നരകത്തിൽ നിന്നൊന്ന് പുറത്തിറക്കുമോ, ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തുമോ, ഞങ്ങളുടെ പഴയ നാട്ടിലേക്കൊന്ന് മടക്കി അയക്കുമോ? കൊല്ലം ജില്ലയിലെ പടച്ചവനെ, കരുനാഗപ്പള്ളി പ്രദേശത്തിനടുത്തുള്ള ഉമ്മരുതൂർ കുളങ്ങരം മഹല്ലിലേക്കൊന്ന് മടക്കി അയക്കുമോ? കോഴിക്കോടേക്കൊന്ന് മടക്കി അയക്കുമോ? കരുനാഗപ്പള്ളിയിലേക്കൊന്ന് മടക്കി അയക്കുമോ? അല്ലാഹുവേ, ഒരവസരം കൂടി തരുമോ? നീ അങ്ങനെ ഞങ്ങൾക്കൊരവസരം കൂടി തന്നാൽ നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെയും ഞങ്ങൾ ചെയ്തിട്ടില്ലാത്തതായ സർവസ്വവും ഞങ്ങൾ ചെയ്യാമല്ല. കൃത്യമായി നിസ്കരിക്കാമല്ല, കൃത്യമായി പർദ്ദ ധരിക്കാമല്ല, ഖുർആൻ ഓതാമല്ല,
സ്വതക്ക കൊടുക്കാമല്ല, സക്കാത്ത് കൊടുക്കാമല്ല, പള്ളിയുമായി ബന്ധപ്പെടാമല്ല. അതുകൊണ്ടൊരു ചാൻസ് കൂടി തരുമോ അല്ല, ഒരവസരം കൂടി തരുമോ അല്ല. അല്ലാഹുവിനോട് കെഞ്ചിക്കേണ്ട അപേക്ഷിച്ചു ചോദിക്കുമ്പോൾ 10 റമളാൻ തന്ന അല്ലാഹ്, 20, 30, 50, 60 റമളാനുകൾ തന്ന അല്ലാഹ്, പുണ്യങ്ങളുടെ പൂനിലാവതേ പെയ്തിറങ്ങുന്നതായ വിശുദ്ധിയുടെ പ്രതിഫലനങ്ങളുടേതായ ഒരു പുണ്യം നിറഞ്ഞ മാസത്തെ തന്ന അല്ലാഹ്, ആ മാസത്തിൽ സ്വർഗം തുറന്നിട്ട് തന്ന അല്ലാഹ്, ആ മാസത്തിൽ നരകം അടച്ചിട്ട് തന്ന അല്ലാഹ്, ആ മാസത്തിൽ പിശാചിനെ പൂട്ടിയിട്ട അല്ലാഹ്, ആ മാസത്തിൽ ദുആകൾ സ്വീകരിച്ച അല്ലാഹ്, ആ മാസത്തിൽ പാപങ്ങൾ പുറത്തു തന്ന അല്ലാഹ്, ആ മാസത്തിലെ അമലുകൾക്ക് ഇരട്ടി പ്രതിഫലങ്ങൾ തന്ന അല്ലാഹ്. ആ അല്ലാഹു ചോദിക്കുന്നു, എടാ മനുഷ്യ, എടി പെണ്ണേ, നിനക്ക് മാനമില്ലയോ? എത്രയോ റമളാൻ ഞാൻ നിനക്ക് തന്നതാ, എത്രയോ ലൈലത്തുൽ ഖദ്ർ ഞാൻ നിനക്ക് തന്നതാ, എത്രയോ പോരിശയുടെ പുണ്യങ്ങളുടെ പ്രതിഫലനങ്ങളുടെ ഭൂമിലാവ് പെയ്തിറങ്ങുന്ന ദിനരാത്രങ്ങൾ തന്നതാ. അതൊന്നും നീ പ്രയോജനപ്പെടുത്തിയില്ലല്ലോ. അഫലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. എന്നെ അറിയാൻ, എന്നിലേക്കെടുക്കാൻ, എന്റെ ഇഷ്ടദാസീദാസരായി മാറുവാൻ, എന്റെ സ്വർഗത്തിലേക്കെടുക്കാൻ എത്ര അവസരം തന്നതാ, എത്ര ചാൻസുകൾ തന്നതാ. അതൊന്നും പ്രയോജനപ്പെടുത്താതെ, അതൊന്നും ഉപയോഗപ്പെടുത്താതെ റമളാൻ കഴിഞ്ഞ പള്ളിയിൽ നിന്നിറങ്ങിപ്പോയവന്, റമളാൻ കഴിഞ്ഞ പള്ളിയിൽ നിന്നിറങ്ങിപ്പോയവന്, റമളാൻ കഴിഞ്ഞ പർദയിൽ നിന്നിറങ്ങിപ്പോയവള്, ഇല്ല നിനക്ക് രക്ഷയില്ല, ഇല്ല നിനക്ക് ചാൻസുകളില്ല. വജാഅകുമുൻ നബീ എന്നല്ല, എത്രയോ മുന്നറിയിപ്പ് കിട്ടിയതാ. എന്റെ ഖുർആൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ലയോ? എന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയില്ലയോ? എന്റെ പള്ളിയിലെ ഖതീബ് മുന്നറിയിപ്പ് നൽകിയില്ലയോ? സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുകയില്ലയോ? ദീനീ പ്രഭാഷകർ മുന്നറിയിപ്പ് നൽകിയില്ലയോ? ദീനീ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയില്ലയോ? എന്നിട്ടും നീ വിശ്വസിച്ചില്ല, എന്നിട്ടും നീ നന്നായില്ലല്ലോ. എന്ന് മാത്രമല്ല, അറിയുമോ, കത്തിയാളുന്ന നരകത്തിലേക്ക് വീഴാൻ വിധിക്കപ്പെട്ട ഓരോരുത്തരും കടന്നു ചെല്ലുമ്പോൾ ഖാലലഹും ഖസനതുഹാ, ആ നരകത്തിലെ മലക്കുകൾ ചോദിക്കുകയാ. നരകത്തിന്റെ കാവൽക്കാരനായ മഹാനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം, മാലിക് അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള മലക്കുകൾ ചോദിക്കുന്നു, അലം യഅതികും നബീ, ചെറുപ്പക്കാരാ, നിനക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? എടി പെണ്ണേ, നിനക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് പറയുന്നു, ബലാ, എനിക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഖദ് ജാഅനാ നദീർ, ഒരുപാട് മുന്നറിയിപ്പുകാർ വന്നതാ. എന്റെ പള്ളിയിലെ പ്രിയപ്പെട്ട ഉസ്താദ് മുന്നറിയിപ്പ് നൽകിയതാ, ദീനീ പ്രഭാഷകന്മാർ മുന്നറിയിപ്പ് നൽകിയതാ, ഖുർആനും ഹദീസും മുന്നറിയിപ്പ് നൽകിയതാ. വീട്ടിൽ കിടന്നുറങ്ങിയ എന്റെ വീട്ടിലേക്ക് വന്ന് കഥക തട്ടി ഉണർത്തി കൈപിടിച്ച് മുന്നറിയിപ്പ് നൽകിയതാ. പക്ഷേ എന്ത് ചെയ്യാൻ, ഫകല്ലബ്നാ, അവരെയൊക്കെ ഞാൻ കള്ളന്മാരാക്കിയില്ലയോ? അവരെയൊക്കെ ഞാൻ കള്ളന്മാരാക്കിയില്ലയോ? വഖുൽനാ, എന്ന് മാത്രമല്ല ഞങ്ങൾ പറഞ്ഞുപോയി, മാ നസ്സലല്ലാഹു മിൻ ശൈഇ, ഇവരീ പറയുന്ന പോലെയൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല, ഇയാളീ പറയുന്ന പോലെയൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. അതുകൊണ്ട് ആത്മസംസ്കരണത്തിന്റെ സന്ദേശങ്ങളുമായി ഞങ്ങൾക്കിടയിലേക്ക് വന്നവരെ, ഇന്ന് അന്തുമില്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങളാണ് ഏറ്റവും വലിയ വഴിപിഴച്ചവർ, നിങ്ങളാണ് ഏറ്റവും വലിയ വഴികേടിലായവർ, നിങ്ങളാണ് ഏറ്റവും വലിയ പടച്ചവന്റെ വെറുപ്പ് പിടിച്ചു വാങ്ങിയവർ എന്നുപോലും ഞങ്ങൾ പറഞ്ഞുപോയി, എന്നുപോലും ഞങ്ങൾ പ്രസ്താവന ഇറക്കിപ്പോയി. അന്ന് തിരിച്ചു പറയുകയാണ്, ലൗ കുന്നാ നസ്മഉ, അന്ന്
അന്നവരെ പറഞ്ഞത് ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിലോ, ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലെ ദീനീ പ്രവർത്തകർ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന ദീനീ പ്രഭാഷകർ പറഞ്ഞത്, ലൗകുന്നാനസ്മഉ, അച്ചടക്കത്തോടുകൂടി ഇരുന്ന് ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിലോ, ഔനഅഖിലൂ, എന്നിട്ട് ഞങ്ങൾ ഈ പറയുന്നതൊന്ന് ചിന്തിച്ചിരുന്നെങ്കിലോ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഇല്ല ഞങ്ങളും നരകത്തിൽ വീണുപോകുമായിരുന്നില്ല, ഞങ്ങളും നരകത്തിൽ എരിയേണ്ടി വരുമായിരുന്നില്ല. പൊട്ടിക്കരയുകയാ മുസ്ലിമേ, പൊട്ടിക്കരയുകയാ സഹോദരീ സഹോദര, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഖുർആൻ പറയുകയാ, അന്ന് ചെയ്തു പോയ അബദ്ധങ്ങളെപ്പറ്റി തിരിച്ചറിവുണ്ടാകുന്ന, പക്ഷേ അന്ന് തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല. ഫസുഹ്ഖൻ ലി അസ്ഹാബി സഈർ, നാശത്തിന്റെ പടുകുഴിയായ നരകത്തിലേക്ക് പതിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.